Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ കുന്നുകൂടി കിടക്കുന്ന അജൈവ മാലിന്യം നീക്കുന്നതിനു പകരം മണ്ണിട്ട് മൂടുന്നുവെന്ന് ബിജെപിയുടെ ആരോപണം. കോടികൾ മുടക്കിയുള്ള പദ്ധതിയെ ചൊല്ലിയാണ് പരാതി. ലെഗസി വേസ്റ്റ് നീക്കുന്നതിനു പകരം കുഴിച്ചുമൂടുകയാണെന്നും ഇതിൽ വൻ അഴിമതിയുണ്ടെന്നുമാണ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം. പ്രതിഷേധവുമായി നേതാക്കളും പ്രവർത്തകരും പനമണ്ണയിലെ പ്ലാന്റിലെത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചെടുത്ത് നീക്കാതെ മണ്ണിട്ട് മൂടുകയാണെന്നാണ് ആരോപണം. അംഗീകാരമില്ലാത്ത കമ്പനിക്കാണ് ബയോ മൈനിങ് നടത്തുന്നതിന് കരാർ നൽകിയിട്ടുള്ളതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇപ്പോൾ 2,20,00,000 അംഗീകാരം കൊടുത്തിരിക്കുക. ഇവിടെ വ്യാപകമായുള്ള അഴിമതി നടന്നിരിക്കുന്നു. ഇവിടുത്തെ പരിസര പ്രദേശങ്ങൾ പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ചുകൊണ്ട് ജൈവ മാലിന്യം സംസ്കരിക്കേണ്ട സ്ഥലത്ത് അത് തയ്യാറാവാതെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരണകൂടം വളരെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പൈസയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുകയാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ ഞങ്ങൾ ഈ വാഹനമടക്കം അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. 45,000 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് പ്ലാന്റിലുണ്ടായിരുന്നത്. ഇതിൽ 25,000 ക്യൂബിക് മീറ്ററോളം മാലിന്യം നീക്കിയെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം. 17,746 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത്. കാലങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ മാലിന്യം കൂടി നീക്കാൻ നഗരസഭ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 1.68 കോടി രൂപ ചിലവിൽ വിജയവാഡയിൽ നിന്നുള്ള കമ്പനിയാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും ഇതിനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും നഗരസഭാ അധികൃതർ പറയുന്നു. മാലിന്യം മാറ്റിയതിന്റെ കൃത്യമായ രേഖകളുണ്ട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. 18-ന് പ്ലാന്റിൽ മാലിന്യം മാറ്റിയ സ്ഥലത്ത് പൂന്തോട്ടം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിക്കാനിരിക്കെയാണ് ആരോപണം. ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ, മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് സി സുമേഷ്, ജനറൽ സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ, കെ പ്രമോദ്, നഗരസഭാ കൗൺസിലർമാരായ എസ് ഗംഗാധരൻ, സി സജിത്, എ അനിത, സി പ്രസീത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്ലാന്റിൽ പ്രതിഷേധം. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.